ഹലോ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബോണ്ടയാണ്. ബോണ്ടയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും വേവിച്ചുടച്ച് വെച്ചതാണ്. പിന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഒരു പച്ചമുളക് എടുത്തത് ഇവിടെ മോന് അധികം എരിവ് പറ്റില്ല, അതുകൊണ്ടാണ് ഒരു പച്ചമുളക് ആക്കിയത്. പിന്നെ കടലമാവ്. ഇനി നമുക്കിത് ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഒന്ന് എണ്ണയിൽ വറുത്തെടുക്കാം. നമുക്ക് പാൻ വെക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കാം. ഇത് വരണ്ട് വരുമ്പോഴേ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇടാവും. അതിന് മുന്നേ നമ്മൾ കുറച്ച് വരണ്ട് വരുമ്പോൾ പച്ചമുളക് ഇട്ടും വരട്ടിയെടുക്കാം. ഇത് വരണ്ട് വരട്ടെ. ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, ഇളക്കി കൊടുക്കാം. ഇത് ചെറുങ്ങനെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പച്ചമുളകാണ് എടുത്തതിന്. ആ പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വരട്ടാം. ഇനി നല്ലോണം വാടി വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് മാവ് എടുത്തിട്ടുള്ളത്. ഈ സ്പൂണിന് 3 സ്പൂൺ മാവാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് കലക്കിയെടുക്കാം. കടലപ്പൊടി ആയതുകൊണ്ട് വേഗം സിമ്പിളായിട്ട് കലങ്ങി കിട്ടും. അധികം ലൂസായി പോകാതെ നമ്മൾ നോക്കിയിട്ടേ കലങ്ങാവും. ലൂസായി പോയാൽ നമ്മൾ മാവിന് ഇത് പിടിച്ച് കിട്ടില്ല, അതാണ് പറയുന്നത്. നന്നായി കലക്കി കൊടുക്കണം. കട്ടാൻ പാടില്ല.
ഇതേ പരുവത്തിലാണ് കലക്കിയെടുക്കേണ്ടത്. കുറച്ച് സമയം പിടിക്കും. അപ്പോൾ നമുക്കിത് കലക്കിയെടുക്കാം. കൂട്ടി ഇവിടെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മസാല കടിഞ്ഞു നോക്കാം. അപ്പം നമ്മളെ മസാല നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ചൂടുണ്ട്, എന്നാലും ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഉരുട്ടിയെടുത്തിട്ട് ഇതിൽ തന്നെ വെക്കാം. പൊള്ളുന്നുണ്ട്, നല്ല ചൂടുണ്ട്. ഈ സമയത്ത് ഉരുട്ടിയെടുത്താലേ ഇതൊരു യോജിച്ച് കിട്ടുള്ളൂ. നല്ലോണം തങ്ങി പോയാൽ പിന്നെ ഇത് യോജിച്ച് കിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പം തന്നെ ചൂടോടുകൂടി തന്നെ ചെയ്യുന്നത്. നല്ല ചൂടുണ്ട്, കൈ നല്ല ഇതാവുന്നുണ്ട്. നമുക്ക് ഉരുട്ടിയെടുക്കാം. അഞ്ചെണ്ണം ആക്കാൻ നോക്കിയതാണ്. അപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ മറ്റുള്ളതിന് ഇതാക്കി 4 എണ്ണ ആക്കുന്നുള്ളൂ. 4 മാവാണുള്ളത്. കുറച്ച് വലിപ്പത്തിൽ തന്നെയാണ് ഞാൻ ഉരുട്ടുന്നത്. ഇത് മോന് മാത്രമാണ് ഉണ്ടാക്കുന്നത്. വേറെ ഇവിടെ ആരും ഇത് കഴിക്കില്ല, ഓയിൽ ഫുഡൊന്നും അധികം കഴിക്കില്ല. അതുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ ചീനിച്ചട്ടി എടുത്ത് വെക്കാം. പിന്നെ കത്തിച്ച് കൊടുക്കണം ആദ്യം ഗ്യാസ്. നമുക്ക് ചീനിച്ചട്ടി എടുത്ത് വെക്കാം. കാരണം ചീനിച്ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് എണ്ണ എടുത്ത് ഒഴിച്ച് വെച്ചതാണ്. അതുണ്ടാക്കാം. ഇതൊക്കെ ഇപ്പോൾ എവിടെയും വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ നമ്മൾ വീണ്ടും ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സ്നേഹവും രുചിയും എല്ലാം കൂടിയാകുമ്പോൾ അടിപൊളിയായിരിക്കുമല്ലോ കുട്ടിയൊക്കെ. എൻ്റെ മോന് പൊതുവെ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തോടാണ് ഇഷ്ടം. ബേക്കറി ഐറ്റംസ് ഒന്നും അവന് അധികം കഴിക്കാൻ പറ്റില്ല. കാരണം അവന് അലർജീൻ്റെ പ്രശ്നങ്ങളൊന്നും എല്ലാ ഭക്ഷണമൊന്നും എനിക്കങ്ങനെ കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നാകുമ്പോൾ നമ്മളതിൻ്റെ കൊടുക്കാൻ പറ്റുന്ന നമുക്ക് ഉണ്ടാക്കുമല്ലോ. അങ്ങനെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. തിളച്ചും തോന്നുന്നു. നമുക്ക് ഇനി ഈ ഓരോ മസാലയും എടുത്ത് നല്ലോണം ഉരുട്ടണം. നല്ലോണം എടുക്കുമ്പോഴും ഒന്ന് നല്ലോണം ഉരുട്ടി ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഉരുത്തി ഈ മസാലയിലൊന്നിട്ട് ഇതിലൊന്നിട്ട് പൊരിച്ചെടുക്കാം. ഇല്ല ഇത് പൊരിയട്ടെ. നമുക്ക് സിമ്മിലാക്കി കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്. ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതിന് എനിക്കിപ്പം കിട്ടിയത് 4 ഉരുളകളാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ആ മീഡിയം സൈസ് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഞാൻ ഒരു കഷ്ണം പിന്നെ കാരറ്റ് ചേർത്തിട്ടുണ്ട്. ഒരു കാരറ്റൊന്നും ചേർത്തില്ല, മധുരടിക്കും. ഒരു കഷ്ണം കാരറ്റ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 4
ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമ്മളെ സാധനമായി വരുന്നുണ്ട്. നമുക്ക് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആകെ ഒരു പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം. ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നും എങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. ഓരോ ബോളായി ഇങ്ങനെ എടുത്ത് ഒന്നുകൂടി ഉരുട്ടണം. നമ്മൾ ഇത് പിന്നെ മാവിലേക്ക് ഇടുന്നതിന് മുമ്പ് ഒന്നുകൂടി ഉരുട്ടി ഇതിന് ഷേപ്പാക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കൈ വെച്ചെടുത്ത ഭാഗത്തൊക്കെ മാവ് പോയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നും കൂടി മാവ് അതിൻ്റെ മേലേക്ക് കാക്കി കൊടുക്കാം. ഇതും അതുപോലെ മൊരിഞ്ഞിടട്ടെ. കുറച്ച് സമയം സിമ്മിൽ വെച്ചിട്ട് പിന്നെ കൂട്ടി കൊടുക്കാം. കാരണം ഓൾറെഡി വെന്തതാണ് മസാല. ഇനി പുറമേത്തെ മാവ് മാത്രമേ കുറച്ച് വേവാനുള്ളൂ. അപ്പോൾ അത്രയും വേവ് കാണണം. കുറച്ച് വേവിൻ്റെ ഇതേ വാങ്ങാനുള്ളൂ. അധികം വേവൊന്നും ഉണ്ടാവില്ല. നമുക്കിങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ അവസാനത്തെ ഉരുളിയും കൂടി നമ്മൾ ഈ മാവിലാക്കിയിട്ട് ഇടുന്നത്. അവസാനത്തെ മാവ് ഇതിലേക്ക് ആക്കിയിട്ടോ അതിനകത്ത് കുറച്ച് ഒഴിച്ചു. നമ്മളൊരു ഭാഗം മറിഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അടുത്ത ഭാഗം കൂടി നമുക്ക് ഒഴിച്ചെടുക്കാം. ബോണ്ടയൊക്കെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുന്ന സംഭവങ്ങളായിരിക്കും. എന്നാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കൂടി കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ്. വീട്ടിലുണ്ടാകുന്ന പലഹാരമാകുമ്പോൾ പ്രത്യേകം ഒരു ടേസ്റ്റ് തന്നെയല്ലേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ എന്ത് എന്നുള്ള വഴിയോട് എനിക്കൊന്നും പറയാനില്ല. എല്ലാവരോടും എനിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എങ്കിൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസായി വീണ്ടും വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമ്മളെ പൊരിഞ്ഞ് വരുന്നുണ്ട്. ആയിക്കോട്ടെ, പൊരിഞ്ഞ് വരുന്നത് നല്ല ഇതിലാവട്ടെ. കുറച്ചും കൂടി ഒന്ന് ഇതാക്കിയിട്ടെ. ഒന്ന് പുറത്തെ മാവ് മാത്രം നമുക്കൊന്ന് വെന്ത് വരാനുള്ളൂ. ബാക്കി ഉള്ളിലത്തെ മാവ് ഓൾറെഡി നമ്മൾ വേവിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മളെല്ലാ ബോണ്ടിയും നമ്മളാക്കി കഴിഞ്ഞു. അപ്പോൾ നല്ല ചൂടോട് കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കി
ഉണ്ടാക്കിയത് ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം അധികം ആരും കഴിക്കില്ല. ഒരു ഉരുളക്കിഴങ്ങ് മാത്രമേ എടുത്തിട്ട് നമുക്ക് ഇവിടെ അധികം ആരും ഇല്ല, അധികം ആരും കഴിക്കാനും ഇല്ല. അതുകൊണ്ടാണ് ഒരു ഉരുളക്കിഴങ്ങ് മാത്രം എടുത്തിട്ട് ആക്കിയത്. അപ്പോൾ എല്ലാവരും ആക്കിയപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണല്ലോ ഇത് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കുക, അഭിപ്രായം പറയണേ. എങ്കിൽ ഓക്കെ, ബൈ.